എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് സങ്കടം വരുന്നുണ്ട്. അത്രക്കും എനിക്ക് മെയിന് എൻ്റെ കുഞ്ഞിപ്പിയും കുഞ്ഞുമോളും എൻ്റെ ഇളച്ചനും കുട്ടിയും ഓലെ പിരിണീന് എനിക്ക് ചിന്തിക്കാൻ പറ്റൂല. വേറെ ഒന്നുമില്ല, ഓലെ പിരിണ കൊറേ അയക്കണത് കൊടുക്കാത്ത പല രീതിയിലും നോക്കല്. പക്ഷെ അത് ലാസ്റ്റ് കൈവിട്ട് പോകുന്ന കണ്ടപ്പോഴാണ് ലാസ്റ്റ്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ. നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കണേ. ഞങ്ങൾക്ക് അൽഹംദുലില്ലാ ഇന്ന് റാഹത്താണ്. പിന്നെ മക്കളൊന്നുമില്ല, ഞങ്ങളുടെ മാത്രം ഉറങ്ങിക്കണേ. രാത്രിയിലാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. പിന്നെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. ജനലടച്ചാ അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. ഒരുപാട് വിഷമമുള്ള കേൾക്കുമ്പോ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് വിഷമം ഉണ്ടാവും, ചില ആൾക്കാർക്ക് നമ്മളെ കളിയാക്കാണ്ടാവും, ചില ആൾക്കാർക്ക് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും. പിന്നെ നമ്മളെ ബാക്കിക്കാർക്ക് അത് എന്താ വെച്ചാ ഇവരെ അവർക്ക് പെരും ടെൻഷൻ. എന്താ വെച്ചാ ഒരു അങ്ങനത്തെ ഒരു വിഷയമാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളോട് ഇത് പറയാതിരിക്കാനും പറ്റൂല. പിന്നെ മാത്രമല്ല നിങ്ങൾ അറിയേണ്ടതാണ്. ഒരുപാട് ആളുകൾ നമുക്ക് വേണ്ടി ഇതിൽ പ്രാർത്ഥിച്ച ആളുകൾ വരെയുണ്ട്, സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് ഇതിനു വേണ്ടി. ഇപ്പൊ 2 ദിവസമായിട്ട് ഞങ്ങൾ പറയുന്നത് ഇങ്ങനെ വീഡിയോ ചെയ്യും ലൈവിലൊക്കെ പറഞ്ഞേന്ന്. ഇന്നലെ ഇടുന്നേന്ന്. പിന്നെ ഇന്നലെ അത് കുറച്ച് സാമ്പത്തിക കുറച്ച് എന്താ പറയാ സാഹചര്യം കാരണം പറ്റിയില്ല. അപ്പൊ അത് ഇന്ന് ഇടാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പൊ എന്താ പറയാ ശരിക്കും പറയാന്ന് വെച്ചാല് പറയുമ്പോഴും സങ്കടമുണ്ട്. നമുക്ക് പഠിച്ചോനെ എന്തൊക്കെയാണ് നമ്മളെ ജീവിതത്തിൽ കണക്കാക്കി അതൊക്കെ സംഭവിക്കണം. അല്ലാതെ നമ്മളിത് ആരും ചെയ്യണതല്ല. കൽപ്പിച്ചൂട്ടി ഒരാളും ചെയ്യൂല. ഒരാൾക്കും ഇത് ചെയ്യാനോ ഇതുണ്ടാവില്ല. അപ്പൊ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാല് നിങ്ങളോട് ഞങ്ങളെല്ലാം ഷെയർ ചെയ്യണതാണ്. അപ്പൊ ഇതും കൂടി പറഞ്ഞു. ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചിരിക്കണം. അത് കാരണം ഞങ്ങൾക്ക് ഇത് പറയേണ്ടി വന്നു. അപ്പോൾ അല്ലെങ്കിലും ഞങ്ങൾ പറയും, ഇങ്ങനെ നിങ്ങൾ അറിയല്ലോ. അപ്പോൾ സംഭവം എന്താന്ന് വെച്ചാല് ഇന്നത്തെ വീഡിയോ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. നമ്മളെ വീട് വിറ്റു, അതാണ് ഇന്നത്തെ വിഷയം. നമ്മളെ വീടും സ്ഥലം വിറ്റു, കച്ചവടമായി. കുറച്ച് ദിവസമായി. അതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പൈസന്റെ ഇടപാടും ഒക്കെ അല്ലേ ഒന്നും ശരിയായിട്ടില്ല, ഇട വെച്ചതാണ്. അപ്പോൾ നമ്മളെ 6 മാസത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ വളരെ വിഷമത്തോടെ ഞങ്ങളോട് പറയുന്നത്. വീട്ടിൽ നിന്നൊന്നും പോവാന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ അത്രയും അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ്. നമുക്ക് സാഹചര്യം കാണാം. ഇതിപ്പോ കേൾക്കണ പോലെ പറയും, എങ്ങനെ നിങ്ങൾക്ക് കടം വന്ന് എന്നാ പറയണത്. അതാണ് ചോദ്യം. ഒരാള് കൽപ്പിച്ചൂട്ടി എന്റെ പേര എങ്ങനെയെങ്കിലും കളയണം, ഞാൻ കുറച്ച് കട എടുക്കട്ടെ, അങ്ങനെ ചിന്തിച്ച ഒരാളും കട എടുക്കൂല. ഇല്ലല്ലോ. നമ്മളെ ജീവിതം നമ്മളൊരിക്കലും ഈ ആളെന്ന് വെച്ചാൽ ഒരു സ്ഥലം ദൂരത്തടിച്ചിട്ട് കടം വാങ്ങൂല എന്ന് ഉറപ്പാ. ഇന്ന് വരെ ഉണ്ടല്ലോ അങ്ങനെയല്ല വളർന്നിക്കണേ. അതിന്റെ അമ്മ അങ്ങനെയല്ല വളർത്തിക്കണേ. ഇല്ലായ്മയിൽ ജീവിച്ച ഒരാള് ഒരിക്കലും ആർഭാട ജീവിതം ആഗ്രഹിക്കൂല. ആർഭാട ജീവിതം ഇല്ല. അങ്ങനെ ആർഭാടം കഴിച്ചിക്കാണ്ടോ തിന്നാന് ഞങ്ങള് നല്ല ഫുഡ് കഴിച്ചിക്കാണ്ടോ അല്ലെങ്കിൽ അങ്ങനൊന്നും കട ആയതല്ല. ഞങ്ങളെ വീടിനും വേണ്ടിയിട്ട് കുറച്ച് ഓരോരുത്തരുടെ അടുത്തുനിന്നൊക്കെ കടം വാങ്ങിയത് വീട്ടാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് കടം വാങ്ങി. എങ്ങനെയെന്നുള്ളത് അറിയണ്ട. ഒരിക്കലും ഒരാളും സാഹചര്യം കാണലാണ് കടത്ത് എത്തപ്പെടുന്നത്. എന്നുവെച്ചാൽ ഒരുപാട് ആൾക്കാർ ഞങ്ങളെ കളിയാക്കിയിട്ടുണ്ട്. ഓല് ടൂറ് പോവാണ്, ഓൽക്ക് പിന്നെ ഇങ്ങനെ കടം വരാതിരിക്കുക. ഞങ്ങളിപ്പോ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞു ടൂർ പോണതൊക്കെ എങ്ങനെയാന്നുള്ളത്. അപ്പൊ അത് വെച്ച് കണ്ടൊന്നും പറയേണ്ട ആവശ്യം. ആഗ്രഹങ്ങളുണ്ടാവും. ഇപ്പൊ ഇന്നിതാ ഒരു ചെറിയ പ്രായക്കാരൻ ഇന്ന് മരിച്ചുപോയി. കുറച്ച് ദിവസം മുമ്പ് ഇവരെ പ്രായക്കാര് മരിച്ചുപോയി. നമ്മള് മരിച്ചു പോകാനുള്ള ആൾക്കാരാണ്. അതില് നമ്മള് മറ്റുള്ളവരെ നമ്മള് ഒന്നും അറിയാതെ കുറ്റപ്പെടുത്തിക്കാണ്ട് ഓല് കടക്കാരാണ്. ഓൽക്ക് വണ്ടി വാങ്ങാൻ പാടില്ല, ഓൽക്ക് ലോൺ എടുക്കാൻ പാടില്ല, ഓൽക്ക് പലിശ ഹറാമാണ്. ഓരോരുത്തരോട് സഹായം ചെന്ന് ചോദിച്ചുമ്പോൾ അത് തരാൻ പറ്റൂല, ഹറാമാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ വാതിൽ മുട്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു തീരുമാനത്തേക്ക് എത്തിക്കുന്നത്. ആരോടും യാചിച്ചിട്ടില്ല. തിട്ടുന്ന ഉറപ്പുള്ള ആൾക്കാരോട് പോയി. അപ്പൊ അങ്ങനത്തോരോട് ചോദിച്ച് ഇങ്ങനെ ഇതിനോട് ബന്ധപ്പെട്ട ഇൻട്രസ്റ്റ് പലിശ ഇറക്കാൻ അങ്ങനെയൊക്കെ അത് തരാൻ പറ്റൂല, ഹറാമാണ് പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ ആൾക്കാര് വണ്ടി ലോൺ എടുത്തിട്ട് അത് അടക്കണുണ്ട്. ഇപ്പൊ നമ്മളെ വണ്ടിന്റെ അടവിന്റെ ഇത് ഞാൻ മഹീന്ദ്രന്റെ ആപ്പിൽ പോയി നോക്കിയപ്പോ 23% പലിശയാണ്. അപ്പൊ ഇത് ഈ വണ്ടി അടവിട്ട് എടുക്കണ എല്ലാവർക്കും ഈ ലോണിന്റെ ഈ പലിശ വരുന്നുണ്ട്.
പലിശ ആരും ചിന്തിക്കുന്നില്ല. അത് ഈ ആധാരത്തിനെക്കാട്ടി പലിശ വരുന്നുണ്ട് വണ്ടിന്റെ ഇതിന്. പിന്നെ എല്ലാം പലിശ തന്നെയാണ്. നമ്മൾ ഈ ഇൻഷൂർ കൊടുക്കുന്നത് വണ്ടിയുടെ ഇൻഷൂർ ആണ്. പിന്നെ പറയാം, നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ എന്ത് നിയമങ്ങളും നമ്മൾ അനുകൂലിച്ച് ജീവിക്കണം, നമ്മുടെ ഇന്ത്യ രാജ്യത്തെ. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് തടി തപ്പ. അല്ലാതെ നോക്കുകയാണെങ്കിൽ ടാക്സി ഇൻഷൂറും ഒക്കെ പലിശ തന്നെയാണ്. അപ്പോൾ എന്തോ ആവട്ടെ, പലിശയിൽ നിന്നുള്ളവ നമ്മളെല്ലാം കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഒരു വീട് എന്ന് വെച്ചാൽ ഏതൊരു മനുഷ്യനായാലും ആ വീട് ഒരുപാട് സ്വപ്നം കണ്ട് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം ഇവളൊക്കെ നമ്മൾ ഈ വീട് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് ആരും ഉണ്ടായിരുന്നു, ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ജോലിക്ക് പോയപ്പോൾ ഞാനും ഈ 2 മനുഷ്യനും മാത്രമുള്ള ഈ വീടൊക്കെ ഭക്ഷണം അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് ഒരിക്കലും നമ്മള്, അതായത് ഭക്ഷണം അവിടെ മേലെ ഇവിടെ തറവാട് അവിടെ മോനോന് ചെറിയ കൈക്കുഞ്ഞിനെ കയ്യിലും വെച്ച് പ്രസവിച്ചിട്ട് 39 കഴിഞ്ഞിട്ട് എന്റെ പെരേന്ന് പോന്നിട്ട് 60 ആയിട്ടില്ല. ഒരു കയ്യില് ഭക്ഷണം, ഒരു കയ്യില് കുഞ്ഞിനെ ഈ കയ്യിലുണ്ടാവും. ഇതിന് 7, 8 അല്ലെങ്കിൽ 15 ഒക്കെ കഞ്ഞേറ്റി ആ കയറ്റ് ഇറങ്ങി ഇങ്ങോട്ട് വരും. ഇറങ്ങി വന്നിട്ട് അടുത്ത വീട്ടിൽ കൊടുക്കും, അല്ലെങ്കിൽ ഒരു വീട്ടിൽ കൊടുക്കും, ഇന്നൊരു വീട്ടിൽ കൊടുക്കും. നമ്മുടെ ഇവിടെ നിന്ന് കെടുത്തിട്ടാ എന്താ വെച്ചാൽ കഞ്ഞി കൊടുത്ത് കാണാൻ വരാനാണ്. ഓരോ വീട്ടിൽ കൊടുത്തു കാണാണ് ഞാൻ ഈ പണിക്കാർക്ക്. എന്താ വെച്ചാൽ അന്നൊക്കെ ബാവാക്ക് ഒരു ദിവസം പോലും ഒഴിവില്ലാത്ത ഓട്ടം. ഇന്ന് അത്ര ഓട്ടമില്ല. പുലർച്ചെ സുബൈക്കട പോയാൽ രാത്രി 9 മണിക്കൊക്കെ പെരേക്ക് എത്തുള്ളൂ. എന്തിന് അന്ന് നല്ല പണി ഉണ്ടായിരുന്നു. കൂലി മാത്രം എൻ്റെ അടുത്ത് കൊടുന്നിരുള്ളൂ. പിന്നെ ഈ ആള് നനക്കാൻ മാത്രമേ ഈ പെരേക്ക് വരുന്നുള്ളൂ. വേറെ നനക്കൽ രാവിലത്തൊക്കെ ഞാൻ തന്നെ, ഉച്ചക്കത്ത് ഞാൻ തന്നെ. രാത്രി ഞങ്ങള് എന്താ പറയാ പുറത്തുനിന്ന് വേറെ വീട്ടിൽ നിന്ന് മോട്ടർ അടിച്ചിട്ട് നനച്ചിട്ട് വേണം. രാത്രി വന്നിട്ട് വേണം മോട്ടർ ഇട്ട് വെള്ളം ടാങ്കിക്ക് അടിച്ചിട്ട് നനക്കാന്. അപ്പൊ അതൊക്കെ ഇവര് വന്നാലേ പറ്റുള്ളൂ. ഒരു വയറ് കുത്തി പിന്നെ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവരണല്ലോ. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടി പകലത്തെ ബുദ്ധിമുട്ട് അങ്ങനെ കഷ്ടപ്പെട്ട് അതിന്റെ ഇന്ത്യയിൽ കയ്യിന് ഒക്കെ തേക്കാതെ ഈ പെരയിൽ കയറിയിരുന്നത്. പിന്നെ നയിച്ചുണ്ടാക്കിയ വീടാണ് ഞങ്ങൾ. ഈ വീട് തേക്കുന്നതിന്റെയും വർക്കുകളെല്ലാം തീരുന്നതിന് മുമ്പ് വീട്ടിൽ കിടന്നുകാണ്ട് ഞങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ട് ഈ വീട്ടില്. അപ്പൊ മനസ്സിലായി. അപ്പൊ ഞങ്ങള് കുടിരിക്കലിന്റെ തലേന്നൊക്കെ ഡൈനിങ് ഹാൾ നിറയെ വെള്ളമാണ്. മേലെ കോണിന്റെ എന്താ പറയാ കോണി റൂമിന്റെ മേലെ വാർപ്പിട്ടിട്ടില്ല, സീറ്റാണ്. ഓരോന്ന് ചെയ്തു. പിന്നെ അങ്ങനെ ഇന്ന് ഈ പേരെങ്ങനെ ആക്കിക്കണ ഇതിന്റെ അധ്വാനാണ്. അങ്ങനെ നമ്മൾ എത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീട് നമ്മൾ കൊടുക്കാൻ ഒരിക്കലും ഉദ്ദേശിക്കൂലല്ലോ. അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടായതുകൊണ്ടാണ് പറയണത്. അപ്പൊ ഇത് കേൾക്കണത് കാണുന്ന ഒരുപാട് ആൾക്കാരെ മനസ്സുകൊണ്ട് കളിയാക്കണുണ്ടാവും. പക്ഷെ അവരെ കാര്യം അള്ളാഹ് കൊടുത്താണ്. ഞാൻ ഒന്നും പറയും. വീട് വിൽക്കുകയാണെന്നുള്ള വീഡിയോ ഇട്ടപ്പോ ചില ആൾക്കാരൊക്കെ പറഞ്ഞു, ഒരുപാട് ആൾക്കാർ കളിയാക്കി. അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം കേട്ടോ. സന്തോഷാണ്. നിങ്ങൾ ഇവിടുന്ന് പോയാൽ നിങ്ങളെ കുടുംബക്കാർക്ക് നല്ലപോലെ ജീവിക്കാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് പോകൂല. ഇതിന്റെ ചുറ്റുവട്ടം തന്നെ ഉണ്ടാവും. ഞങ്ങൾ ഇവിടുന്ന് ഒടുക്കും പോകൂല. കുടുംബക്കാര് സന്തോഷത്തോടെ ജീവിക്കണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. എന്താ അത്രക്കും ഞങ്ങളെ കൊണ്ട് അള്ളാഹു പുറത്തു നോക്കട്ടെ. അങ്ങനൊക്കെ പറഞ്ഞിന്. നമ്മള് ഒരാളതും അളക്കാൻ പാടില്ല. ആ ആളും പഠിച്ചവനും കൂടി എന്ത് ബന്ധാന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റൂല. ഇപ്പൊ ഇയാളെ ഈമാൻ പോലും നിനക്ക് അളക്കാൻ പറ്റൂല. ഈ ആളും അതും കൂടി എന്ത് ബന്ധാ എത്ര പത്തോളം ബന്ധം എനിക്കറിയില്ല, ഒരാൾക്കും പറയാൻ പറ്റൂല. എന്റെ മനസ്സ് എനിക്കറിയുള്ളൂ. അപ്പൊ നമ്മൾ ആരും അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഇത് സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാട്ടാ. ഒരുപാട് ആൾക്കാർ കളിയാക്കിക്കണം, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ ഞങ്ങള് വീട് വെക്കേണ്ടി വന്ന് കുറച്ച് കടങ്ങളുണ്ട്. അതിപ്പോ കുറച്ച് ദിവസം ഇപ്പൊ എനിക്ക് പറയുമ്പോ തന്നെ എനിക്ക് സങ്കടം വരുന്നുണ്ട്. അത്രക്കും എനിക്ക് മെയിന് എന്റെ കുഞ്ഞിപ്പിയും കുഞ്ഞുമോളും എന്റെ ഇളച്ചനും കുട്ടിയും ഓലെ പിരിണീന് എനിക്ക് ചിന്തിക്കാൻ പറ്റൂല. വേറെ ഒന്നുമില്ല. ഓലെ പിരിണ എനിക്ക് ചിന്തിക്കാൻ പറ്റൂല. അത്രേ ഉള്ളൂ. വേറെ എനിക്കൊന്നും. എന്റെ വീടും എന്റെ ഇളച്ചനും ഇളച്ചിയും ഇമ്മയും അവര് പറഞ്ഞാല് ഞങ്ങൾക്ക് ഏറ്റവും കടപ്പെട്ട ആൾക്കാരാണ്. അത് എനിക്ക് ഞാനിപ്പോ ഈ അന്തിക്കാണ് പറയണത്. അത്രക്കും ഞങ്ങളെ എല്ലാ ടെൻഷനിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഓല്. അപ്പോൾ അവരെ പിരിഞ്ഞിലൊരു സങ്കടം ഉണ്ട്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ ഇപ്പം എന്താ, എവിടെ ചെന്നാലും നമുക്ക് അയൽവാസികളുണ്ടാവും, നാട്ടുകാരുണ്ടാവും, നമ്മളെ ബന്ധം ഉണ്ടാവില്ലല്ലോ. കൊറേ അയക്കണത് കൊടുക്കാതെ പല രീതിയിലും നോക്കല്. പക്ഷെ അത് ലാസ്റ്റ് കൈവിട്ട് പോകുന്ന കണ്ടപ്പോഴാണ് ലാസ്റ്റ് കൊടുത്തത്. പിന്നെന്താ വെച്ചാല് ബാങ്ക് ഇതാണ് ആധാരം എന്ന് പറഞ്ഞാല്, ആധാരം ബാങ്കുകാര് പിടിച്ചെടുത്ത് കഴിഞ്ഞാല് പിന്നെ നമുക്ക് വിൽക്കാൻ പോലും ടൈം പറ്റൂല. നമ്മളെ കൊണ്ട് അടക്കാൻ കഴിയൂല അവര് പറഞ്ഞ സംഖ്യ ഒന്നും. അപ്പൊ വീട് വിൽക്കല്ലാതെ വേറെ വഴിയില്ല. വീട് വിറ്റ് എന്നാലും വണ്ടിയില്ല. ഒരു ദിവസമെങ്കിലും സമാധാനത്തില് കിടന്നുറങ്ങാലോ. വീടില്ലെങ്കിലും വീടൊക്കെ ഇനി ഉണ്ടാക്കിയ വയസ്സും ആരോഗ്യം താൽക്കാലികമാണ്. നമ്മൾ ഇന്ന് മരിച്ചോണ്ട് ആൾക്കാർ നമുക്ക് വീടൊന്നും ഉണ്ടാവില്ല. കുട്ടികളെ ഓർക്കുമ്പോ എന്തെങ്കിലും. പിന്നെ
അപ്പൊ കടങ്ങള് ഇനി വയ്യ കടങ്ങളൊക്കെ വീട്ടി ഫുൾ കടം വീട്ടണം. ഇനി ഞങ്ങളെ രണ്ടാളും ജീവിതത്തിൽ പലിശ തൊട്ട് ഞങ്ങൾ കളിച്ചൂല. ഞങ്ങൾ അത്രക്കും അനുഭവിച്ച് പലിശ കൊണ്ട് എന്ന് വെച്ചാല് ആർക്ക് പൈസ ഉള്ളവർക്ക് ഇതൊന്നും വിഷയമല്ല. 25,000-30,000 മാസത്തില് വണ്ടി കടമെടുക്കണ കുറെ ആൾക്കാരുണ്ട്. ഒരുപാട് ആളുണ്ട്. ഇനിയിപ്പോ 8,000 10,000 പൈസ ഉള്ളവർക്ക് അടവ് ഒരു വിഷയമല്ല. അവർക്ക് ഈ പലിശ ഹറാമല്ല. വണ്ടീന്റെ അടവടക്കണവർക്ക് പലിശ ഹറാമല്ല. പക്ഷെ ആധാരം ബാങ്കിൽ വെച്ചവർക്ക് അത് ഹറാമാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് നമ്മളെ ആധാരം പണയം വെച്ച് പൈസ, അതുപോലെ തന്നെ വണ്ടിയുടെ RC പണയം വെച്ചാണ് പൈസ വാങ്ങണേ. അത് അതിന് നമ്മളെ ആധാരത്തിലേറെ പലിശ വരുന്നുണ്ട് വണ്ടിക്ക്. ഞങ്ങളിപ്പോ നോക്കി ഈ ആധാരം പോലെ തന്നെയാണ്, അതേപോലെ വണ്ടിയുടെ ആധാരമാണ്. പക്ഷെ ആൾക്കാരുടെ ചിന്ത എന്താണ്, വണ്ടി അടവിനെടുക്കാം ആധാരം വെക്കാൻ പാടില്ല എന്നാണ്. ആധാരം വെച്ചോനെ ഏറ്റവും കൈവിട്ട് വ്യക്തികളാണ്. എന്താണ് പാവങ്ങൾ ഇട്ടാ പൈസ ഉള്ളവർക്ക് പ്രശ്നം ആധാരമൊക്കെ വെക്കാം. നമ്മളെപ്പോലത്തെ കുറച്ച് മിഡിൽ ക്ലാസ് ഫാമിലി ഇല്ലേ, അവർക്ക് ആധാരം വെക്കാൻ പാടില്ല. ആധാരം വെച്ചോണ്ട് ഒരു വണ്ടി വാങ്ങാൻ പാടില്ല, ഒരു നല്ലപോലെ ജീവിക്കാൻ പാടില്ല, ഒരു ടൂറ് പോകാൻ പാടില്ല. അതൊക്കെ ഭയങ്കര വിഷയമാണ്. ഒരുപാട് മുമ്പ് ഒരു 800 ഉണ്ടായിട്ട് എടുത്തപ്പോ ചില വ്യക്തികൾ ചോദിച്ചു, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെന്നെ, എന്തിനാ നീ വണ്ടിയൊക്കെ ബസ്സിന് പോയാ പോരെ, അതാണ് കൊടുത്തൂടെ, ഞങ്ങളെ കടം വീട്ടിൽ കൂടെ അത് കൊടുത്തുകൊണ്ട് 50,000 രൂപയുടെ വണ്ടിയാണ്. എന്താ വെച്ചാല് ഓരോ ആഗ്രഹങ്ങൾ മരിക്കുന്നതിന് മുമ്പ് തീർന്നല്ലോ. അതാണ് എല്ലാം തീർന്നില്ലെങ്കിലും ഓരോ മനുഷ്യനും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഞാനൊരു ഡ്രൈവറാണ് പണ്ട് ചെറുപ്പം മുതലേ. അപ്പൊ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല സ്വന്തം ഒരു വണ്ടി. നമ്മള് ഒരാളെ ജീവിതം നമ്മളെ അളക്കാൻ പാടില്ല. നമ്മള് ജീവിച്ചപ്പോ ഞാൻ ഒരാളെ ജീവിതത്തിലും പോണ വണ്ടി എടുത്തോട്ടെ. ആൺകുട്ടികളെ വീടുണ്ടെങ്കിൽ വണ്ടി എടുക്കേണ്ടി വരും. ആൺകുട്ടികളുണ്ടോ വണ്ടി ഉണ്ടാവും. പെൺകുട്ടികൾ ഇപ്പത്തെ കാലത്ത് പെൺകുട്ടികൾക്കും വണ്ടിയാണ്. കുറച്ച് മുന്നത്തെ കാര്യം പറഞ്ഞാൽ ആൺകുട്ടികളുണ്ടോ ഓൽക്ക് വണ്ടി. ഈ ആൺകുട്ടികൾ ചെറുപ്പം വളരുന്ന മുതലേ വണ്ടി പരാന്തന്മാരാണ്. ഇവരൊക്കെ അറിഞ്ഞാൽ ചെറുപ്പം മുതലേ വണ്ടി പഠിച്ച ആളാണ്. അവർക്ക് വണ്ടി ഇല്ലാൻ പറ്റൂല. അപ്പൊ ഞങ്ങളൊന്നും വലിയ സ്വപ്നം കാണലില്ല. 50,000 നമ്മൾ എൻജോയ് 1.5 ലക്ഷം റുപ്യന്റെ വണ്ടിയാണ്. ഒരു ഓട്ടോറിക്ഷന്റെ പൈസ എടുത്ത വണ്ടിയാണിത് അല്ലേ. ഞങ്ങൾ ഇമ്മാനൊന്നും ബൈക്കുമ്പോ കൊണ്ടുപോകാൻ പറ്റൂല. ഇമ്മാന്റെ പ്രായം അതല്ല. അപ്പൊ നമ്മളെ വീട് എപ്പോഴും വണ്ടിയുടെ ഭാഗമല്ല. നമ്മൾ വണ്ടിയുടെ ഭാഗമല്ല. ഇനിയിപ്പോ എങ്ങനെ ആയാലും വണ്ടി ഉണ്ടാവും. അപ്പൊ പറഞ്ഞോട്ടെ സാരല്ല. നമ്മളെ ജീവിതം നമ്മള് മെയിൻ റോഡിന്റെ ഭാഗത്തുള്ള സമയത്തൊന്നും നമ്മള് വണ്ടിയൊന്നും ഇല്ല നമുക്ക്. പക്ഷെ മുമ്പൊക്കെ ഇങ്ങനത്തെ വാക്കുകളൊക്കെ കേൾക്കുമ്പോ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതില് ലയിച്ചു പോയി. ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും നമ്മളെ മേത്ത് കേൾക്കണില്ല. എന്താന്നറിയില്ല. ഞാനൊക്കെ ടെൻഷൻ സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് അല്ലേ. ഞാനൊക്കെ എന്തെങ്കിലും കുഞ്ഞു ടെൻഷൻ വരുമ്പോ ഇവിടെ വീണ് ഉരുണ്ടി സൊക്കടായി എളിക്കൂക്കലും പ്രശ്നങ്ങളും. ഇന്ന് ഒരു കുഞ്ഞു ടെൻഷൻ പോലും എന്നെ ബാധിക്കണില്ല. അതാണ് സത്യം. അത്രേ ഉള്ളൂ. എല്ലാം അള്ളാഹ്ക്ക് വിട്ടു. ആരും ബുദ്ധിമുട്ടിക്കണില്ല. ഞങ്ങളെ ജീവിതം നേരെ വിളിക്കണേ. നമ്മളെ മക്കള് ഞങ്ങളെ ജീവിതം ഞങ്ങൾ ആസ്വദിക്കണുണ്ട്. ടെൻഷനുണ്ട്, ആസ്വദിക്കണുണ്ട്. ഞങ്ങൾ എല്ലാ കാര്യം ആസ്വദിച്ച് അൽഹംദുലില്ലാഹ് ജീവിച്ചു പോകണം. ടൂറ് പോകും ഞങ്ങൾ. എന്താ വെച്ചാല് നമ്മളല്ലേ നയിച്ചു കൊടുന്ന് തിന്നിന് ആരും തരുന്നില്ല. നമ്മൾ മറ്റൊരാളെ പൈസ ഇട്ട് ജീവിക്കണെങ്കിൽ അവർക്ക് കൊടുക്കണ്ടട്ടാ. ഒരു ടൂറ് പോകണല്ല, അധ്വാനിച്ചുണ്ടാക്കാണ്. ഞാനായാലും ഇവരായാലും അധ്വാനിച്ചുണ്ടാക്കണം. അപ്പൊ ഞങ്ങളെ കാര്യങ്ങൾ വെക്കട്ടാ. അപ്പൊ കൊറേ ടെൻഷൻ സഹിച്ചോണ്ടാണ് ഇത്രയും സംസാരിക്കേണ്ടി വന്നത്. അല്ലാതെ ഒരുപാട് ആൾക്കാർ കമന്റിൽ ഒരുപാട് കടം വീഡിയോ ഞങ്ങളെ വീട് വിറ്റോ, എന്തായി, സ്ഥലം വാങ്ങിയോ. അപ്പൊ ഇനിയിപ്പോ വരും ദിവസങ്ങളിൽ ഞങ്ങളെ കടങ്ങളൊക്കെ എല്ലാം ക്ലോസ് ചെയ്യണം. എല്ലാം എന്നിട്ടുള്ള സമാധാനം മതി. അത് കഴിഞ്ഞിട്ട് നല്ല പറ്റി നമ്മളെ ഈ ചുറ്റുവട്ടത്തിന് പറ്റിയൊരു സ്ഥലം വെച്ചിട്ട് അതിന്റെ ക്യാഷ് കാര്യങ്ങളും നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ല. എന്താ വെച്ചാല് അത് അതിന് ഡേറ്റ് ഉണ്ട്. 6 മാസത്തിന്റെ ഉള്ളിൽ പൈസ തരുള്ളൂ. ഇപ്പൊ ജസ്റ്റ് കടം വീട്ടാൻ മാത്രമുള്ള പൈസ തന്നെ. ആ കടം വീട്ടാന് അവരെ കയ്യിൽ അതും വാങ്ങിയിട്ടില്ല. ഞങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത്. എന്താ വെച്ചാൽ ഞങ്ങളെ വീട്ടില് പറഞ്ഞാല് നമ്മളിപ്പോ വീട്ടിൽ അങ്ങനെ കൊണ്ടുവക്കാൻ പറ്റൂല. സേഫ്റ്റി ഇല്ല. അപ്പൊ അവരെ കയ്യിലുണ്ട്. ഫാമിലിയുമായിട്ടുള്ള ആളാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. എന്താ പറയാ, എല്ലാരോടും കൂടി ആയിട്ട് ഒരു കാര്യം പറയണ്ട. പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള പാവങ്ങളോട്, നിങ്ങൾ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ആധാരം പണയം വെക്കരുത്. ബാങ്കിന്റെ പലിശ അനങ്ങിയ പണ്ടം പണയം വെക്കുക, ആധാരം വെക്കുക. ഞങ്ങൾക്ക് പണ്ടല്ല, ഉണ്ടെങ്കിൽ പണ്ടവും പണം വെച്ചിട്ടുണ്ടാവും ആധാരം. അപ്പൊ ഒരുപാട് നമ്മളെ മലപ്പുറത്തും എല്ലായിടത്തും ഉണ്ടാവും. പണ്ടം പണയം വെക്കുക, ആധാരം പണയം വെക്കുക, വണ്ടി അടവിനെടുക്കുക. ഇതൊന്നും ഈ മൂന്നും നമ്മളെ ജീവിതത്തേക്ക് എവിടെ എത്തിക്കൂല. നമ്മളെ പൈസ മുഴുവൻ പോണെന്ന് അടച്ചാൽ എന്തെങ്കിലും കാണുമോ അതൊട്ടില്ലേനും.
അപ്പൊ നിങ്ങള് പേച്ച് പോയിട്ട് ഒന്നും ചെയ്യരുത്. അനുഭവിക്കും, പാവങ്ങൾ അനുഭവിക്കൂട്ടാ. പൈസ ഉള്ളവർക്ക് ഒന്നും വേണ്ടില്ല. മാസത്തില് പൈസ ശമ്പളം കിട്ടുന്നവർക്കൊന്നും വിഷയമല്ല. ചിരിക്കാനുള്ള സംഭവം അത് അന്നാന്ന് നയിച്ചു കൊണ്ടുവരുന്ന ആൾക്കാര് ഇനി അത് ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞു, ചെയ്ത അനുഭവം പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇവിടെ അടുത്തോടെയും സ്ഥലം കിട്ടിയാൽ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾ ഒടുക്കും പോവില്ല. 4 സെന്റ് കുറഞ്ഞ വിലയില് വലിയ റേറ്റിന്റെ ഒക്കെ ഉണ്ടാവും. നമുക്ക് പറ്റിയ ഒരു റേറ്റ്, നമുക്ക് പറ്റിയ രീതിയിലുള്ള സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് പറയണ്ടേ. റോഡും വെള്ളവും ഇതൊക്കെ കിട്ടുന്ന രീതിയിലുള്ളത് നമ്മളെ ഈ ഏരിയയിലിട്ടാ. എടരിക്കോട് പഞ്ചായത്തില് വാർഡ് മാറിയാലും കുഴപ്പമില്ല. എടരിക്കോട് പഞ്ചായത്തിൽ കിട്ടുകയും ചെയ്യും. അങ്ങോട്ട് പോണ്ട, നമ്മളെ ഈ ഏരിയയിലിട്ടാ. നമ്മൾ നോക്കിയിട്ടുണ്ട്. ഏതെങ്കിലും പറയാൻ പറ്റില്ല, കണ്ടുവച്ചിട്ടുണ്ട്. എല്ലാരും നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി നല്ലൊരു വീടും സ്ഥലമൊക്കെ ആവട്ടെ. ഇനിയിപ്പോ വീട് വെക്കമുള്ളവരായിക്കോട്ടെ, നിങ്ങൾ ആധാരം തൊട്ട് നിങ്ങൾ കളിച്ചരുത്. പാവപ്പെട്ടോലാണോ നിങ്ങൾ ആധാരം തൊട്ട് കളിച്ചരുത്. നമ്മളെ ഫാമിലിയിൽ തന്നെ കുറച്ച് ആൾക്കാരുണ്ട് ആധാരത്തിൽ കുടുങ്ങി കഴിയണോല്. അവർക്കും ഈ അവസ്ഥ വരാതിരിക്കട്ടെ. ഓർക്കും വീട്ടാനുള്ള വക അള്ളാഹു കൊടുക്കട്ടെ. അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. കുറച്ച് ദിവസമായിട്ട് എന്താ വെച്ചാൽ സംഗതി കച്ചവടം നടന്ന്, പക്ഷെ നമ്മളാ ഒരു ഇത് പോയി. എന്താ വെച്ചാൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ട പോലെ ദിവസമായിട്ട് ഞങ്ങള് ആ ഒരു കാര്യത്തിലിട്ട വേറെ കാര്യത്തിൽ ഒരു ടെൻഷൻ. ഞങ്ങൾക്ക് വീട് കൊടുത്തും ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആകെ ചിന്തിക്കാൻ പറ്റണില്ല. ഓരോ സംഭവം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഇനിയിപ്പോ ഇത് കുറച്ച് ദിവസം ഉള്ളല്ലോ, കുറച്ചുള്ളൂ. അങ്ങോട്ട് കറക്റ്റ് വിശ്വാസം ഉൾക്കൊള്ളാൻ പറ്റണില്ല. ഇപ്പോഴും കുട്ടികളൊക്കെ എന്തെങ്കിലും ചുമരിലോ അവിടെ എന്തെങ്കിലും ചെയ്യുമ്പോ എപ്പോഴും ഞാൻ പറയും അത് കേടാവും, അവിടെ അങ്ങനെ ചെയ്യരുത്, ഇവിടെ ചെയ്യരുത്. കാരണം നമ്മുടെ വീട് തന്നെയാണ്. ഞാനിപ്പോ അൽമറയില് നമ്മളെ പഴയ ഫോണിന്റെ കുറെ പെട്ടികളുണ്ട്. ഇതിപ്പോ ഇവിടെ ഒഴിവാക്കിയപ്പോൾ ഞാൻ ചിന്തിച്ച് എന്തിനിപ്പോ ഇതൊക്കെ നല്ലപോലെ വെച്ചിട്ട് ഇതിപ്പോ അധികം നമ്മൾ ഉപയോഗിക്കില്ലല്ലോ, എങ്ങനെയാലും നമ്മൾ ഒഴിവാക്കണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഞങ്ങള് കുറച്ച് ദിവസം മുന്നേ കുറച്ച് പാത്രങ്ങളും ഇതൊക്കെ പഴയതൊക്കെ ഒഴിവാക്കി. നമ്മളിനി പോണോടത്തൊക്കെ നമ്മളിങ്ങനെ വെറുതെ ഓരോ കൊല്ലും ഇങ്ങനെ പാത്തിച്ചെടുത്ത സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകണ്ടല്ലോ. ഒരു അലുമിനിയത്തിന്റെ പാത്രങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് വിറ്റിട്ടൊരു കുക്കർ വാങ്ങിയത്. ഇനിയുണ്ട് അങ്ങനെ കുറെ സാധനങ്ങൾ ഒഴിവാക്കാണ്ട്. അപ്പൊ ഇവിടെ അടുത്തോടെ വാടക ആദ്യം സ്ഥലം വാങ്ങണം. സ്ഥലം വാങ്ങിയിട്ട് ആ സ്ഥലത്തിനോട് ചാരിയിട്ട് എവിടെയെങ്കിലും വാടക വീട് കിട്ടണമെങ്കിൽ തൽക്കാലം വീടാവും. ഇതൊന്നും ഉണ്ടാവില്ല ഇപ്പൊ, കാരണം സ്ഥലം വാങ്ങാൻ തന്നെ ഇപ്പൊ നമ്മളെ ഈ ഏരിയ പറഞ്ഞാൽ നല്ല വിലയുള്ള ഏരിയയാണ്. ഈ ഭാഗം തന്നാല് ടൗൺ എടുത്തുള്ളതല്ലേ, അതുകൊണ്ട് സ്ഥലത്തിനൊക്കെ നല്ല മാർക്കറ്റാണ്. നമുക്ക് എന്തായാലും അതിപ്പോഴും ആണ് വിശ്വാസം പോരട്ടോ. അപ്പൊ അതിന്റെ കുറച്ച് ടെൻഷനില് ഞങ്ങള് കൊറേ ദിവസമായിട്ട്. അപ്പൊ സാരല്ല, അൽഹംദുലില്ലാ നല്ല രോഗം തന്നിട്ടില്ല. ഇനി നാളെ മുതൽ എങ്ങനെ പറയാൻ പറ്റില്ല. അള്ള രോഗം തരാം. അള്ള എല്ലാ രോഗങ്ങളും തരും. പാവങ്ങൾക്ക് മെയിന് പൈസ ഉള്ളവർക്കും പൈസ കാര്യമില്ല, ആർക്കും തരാതിരിക്കട്ടെ. എന്തിനും കാര്യമില്ല. അള്ള തന്നിട്ടില്ല. വേറെയുള്ള ടെൻഷനൊക്കെ നമുക്ക് ഉണ്ടാവും. രോഗം തന്നാ മതി. പെട്ടെന്നുള്ള മരണത്തോടൊക്കെ ആകട്ടെ. പിന്നെ നല്ലൊരു വീടും സ്ഥലമൊക്കെ ഇനി ആവാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. നല്ലത് വരട്ടെ. ഇനി പലിശ ലോണ് അതിനോട് ബന്ധപ്പെട്ട് ഒന്നുമില്ല. ഇല്ലെങ്കിൽ റോഡ് സൈഡ് കിടന്നാലും വേണ്ടിയില്ല, ഒന്നിനും പോകില്ല. അത് വണ്ടി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ പലിശ കാര്യത്തിലില്ല. അതായത് പാടാണ്. നമ്മള് വീണ്ടും പറയുകയാണെങ്കിൽ നമ്മളൊന്നും ആർഭാട ജീവിതത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ടച്ച് ചെക്ക് ചെയ്ത് നോക്കി ഇതൊന്നുമല്ല, അങ്ങനൊന്നുമില്ല. അപ്പൊ നമ്മളങ്ങനെ ആയിപ്പോയി. സാഹചര്യം കുറച്ച് ക്യാഷ് എങ്ങനെ കടം വന്ന് എങ്ങനെ 100-150 ചോദ്യമാണ്. എങ്ങനെ വന്ന് കടം അതറിഞ്ഞിട്ട് എന്താ കടം വന്ന് കഴിഞ്ഞില്ല ചെയ്യാൻ പറ്റൂലല്ലോ. അതറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. എങ്ങനെ കടം വന്നെന്ന് അറിഞ്ഞിട്ട് ഇപ്പൊ വീട്ടാൻ ആരുമില്ലല്ലോ. അത് നമ്മള് ചോദിക്കണ ശേഷം ഓലെ എന്തെങ്കിലും തരുവിക്കാരെന്ന് വലിയ കാര്യത്തെ ചോദിക്കല്. എങ്ങനെ കടം വന്ന് എന്തിനാ ചോദിക്കേണ്ട ആവശ്യം? എനിക്ക് കേൾക്കണ നമ്മുടെ വീടിന്റെ ഈ പ്രമാണം ഒക്കെ നമുക്ക് വേണ്ടപ്പെട്ട 1-2 വ്യക്തികളൊക്കെ 2 പ്രാവശ്യമായിട്ട് നമ്മളോട് പറഞ്ഞു നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ സത്യത്തിൽ പറയുമ്പോൾ നമ്മളെല്ലാം പറയണ്ട, ഒന്നും വിചാരിക്കണ്ടാവരും. അതായത് നമുക്കൊരു വ്യക്തി നമ്മളോട് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വേണ്ടപ്പെട്ട ആളെ അങ്ങനെ പറയുമ്പോൾ അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ആ ഭാരം അങ്ങോട്ട് ഒഴിവാക്കും. അപ്പം നമ്മളെന്ത് ചെയ്യും, ആദ്യം നമുക്ക് പിന്നെ വല്ലാതെ ടച്ച് ചെയ്യില്ല. അപ്പം നമ്മൾ വേറെ ഭാഗങ്ങൾ ശ്രദ്ധിക്കും. വേറെ നമുക്ക് ഒരു കുടുംബ വീട്, ഒരു കുടുംബനാഥൻ, ഒരുപാട് പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സാമ്പത്തികം ജോലി കാര്യങ്ങളൊക്കെ കുറവുള്ള സമയമാകും, വരവ് കുറവൊക്കെ ഉള്ള സമയമാകുമ്പോൾ അപ്പോൾ അത് നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കാതെ ഞാൻ ഇന്ന മാസം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഓരോ നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവർ നമ്മൾ എന്ത് ചെയ്താൽ അത്ര ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ഒന്നും കൂടി റീച്ച് കൂടുകയാണ് ചെയ്തത്.
അപ്പൊ സാരമില്ലാതെ പലർക്കും പല ബുദ്ധിമുട്ടുണ്ടാവും, നമുക്ക് പറയാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടാവും. ഒന്നാമത് എന്താ നമുക്ക് കണക്കാക്കിയില്ല. അവര് കരുതി കൂട്ടി നമ്മളൊന്നും ചെയ്തൊന്നും ആവൂല എന്ന് വെച്ചാൽ അവർക്ക് നമുക്ക് കണക്കാക്കാത്ത ഓലെക്കൊണ്ട് അല്ല ചെയ്യിപ്പിക്കൂല. പിന്നെ അവർക്കും എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അല്ല കരുതി കൂട്ടാൻ ചെയ്യൂല. കാരണം ഈ പറഞ്ഞ ആൾക്കാർ വരെ ഞങ്ങൾ ഒരുപാട് സഹായിച്ച ആൾക്കാരാണ്, പല കാര്യത്തിലും അൽഹംദുലില്ലാഹ്. അപ്പൊ അവരോടൊന്നും നമുക്ക് പറയാൻ പറ്റൂല. സന്തോഷമുണ്ട്, അവർ ചെയ്തു തന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്. അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ നിങ്ങളോട് പറയാനുള്ളത്. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ വെച്ചാൽ നെഞ്ഞൊക്കെ വേദന ഉണ്ട്. കുറെ ദിവസം ഇവിടെ വേദന. എനിക്ക് മെയിനായിട്ട് എല്ലാവരും പറയാനുള്ളത് വെച്ചാല് ചിരിക്കുന്നുണ്ട്. ലോൺ എടുക്കരുത്, പലിശ ഇടപാടിന് പോകരുത്. പിന്നെ നമുക്ക് നല്ലൊരു വീടും സ്ഥലവും ഈ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവാം. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. എന്ന് വെച്ചാൽ അനിയന്റെ വീട്ടിൽ ഇവിടെ ഉമ്മ നിൽക്കല്, ഉമ്മക്ക് അവിടെ നിൽക്കാനാണ് ഇഷ്ടം. ഉമ്മാന്റെ റൂം, ഉമ്മാന്റെ അന്തരീക്ഷം ഓരോ റൂം, ഓരോ അന്തരീക്ഷം അതാണ് ഇഷ്ടം. ഇവിടെ നിൽക്കാത്ത ഇവിടെ ഒരു റൂമിൽ മക്കള്, റൂമിൽ ഞങ്ങള്. അപ്പൊ ഉമ്മാക്ക് സൗകര്യമാണ്. ഉമ്മാനെ ഞങ്ങൾക്ക് വീണ്ടും ശ്രദ്ധിക്കാൻ പറ്റുന്ന രീതിയിൽ ഉമ്മാനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എപ്പോഴും ഹോസ്പിറ്റലും കാര്യം വയ്യായൊക്കെയാണ്. എപ്പോഴാ വരിക പറയാൻ പറ്റൂല. പെട്ടെന്നൊക്കെയാണ് കൊഴഞ്ഞു മുക്കാൻ പോക്കും, തല ചുറ്റലും. അപ്പൊ ഉമ്മാനെ വിട്ട് പോകുമ്പോള് ഭയങ്കര വിഷമമുണ്ട്. അപ്പൊ അതിനൊക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെ കിട്ടിയാൽ അൽഹംദുലില്ലാഹ് ഹൈറാണ്. അപ്പൊ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. അത്രേ പറയാനുള്ളൂ. പിന്നെ പോവാൻ നമ്മൾ എന്നും പോണം, നമ്മൾ എവിടെ സ്ഥിരമല്ല. പക്ഷെ നമ്മളൊക്കെ ഇത്ര പോകുന്ന കുട്ടികളൊക്കെ അല്ലേ. അപ്പൊ ഇവിടെ കളിച്ചു വളർന്നല്ലോ. ഒരു വാടക വീട്ടിൽ പോവാൻ തന്നെ പൊന്നു മോൾട്ടി ഒന്ന് ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവും. ഇന്നിപ്പോ മോന് ചോറ് അവിടെ തിന്നിക്കണത്. മക്കള് അവിടെ മക്കള് ഇവിടെ, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും. മോൾട്ടി ചോദിക്കാൻ അങ്ങനെ പോണൊക്കെ അറിഞ്ഞപ്പോ മോൾട്ടി കടം വീടിന്റെ ശേഷം അങ്ങക്ക് ഇങ്ങോട്ട് വന്നൂടെ, തിരിച്ചു പോരാൻ പറ്റും. കടം വീട് ഇങ്ങോട്ട് വന്നൂടെ. അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങള്. അപ്പൊ ഞാൻ പറഞ്ഞേ എന്താ കാട്ടുക, നമുക്ക് ഇനി വരാൻ പറ്റൂല, നമുക്ക് ഇവിടെ ഒരേ സ്ഥലം. അപ്പൊ ഇനി വിട്ടു പോയാൽ ഇനി എന്താ കാട്ടുക, നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളെ അടുത്തേക്ക് വരുമെന്ന്. ഞാൻ കേട്ടപ്പോ ശങ്കട് പൊട്ടിട്ട ഭയങ്കര വേദന ഉണ്ട് കേട്ടപ്പോഴേ. നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് അതാ പറഞ്ഞത്. ഏതായാലും ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ട് എല്ലാവരും നമ്മളൊരു വീട് എല്ലാവരും സ്വപ്നമാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്, പ്രത്യേകിച്ചും അത് ആർക്കും അങ്ങനെ പോകാനുള്ളൊരു വിധി അള്ളാഹു തരാതിരിക്കട്ടെ. പ്രാർത്ഥന ഉള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ അല്ലേ. വന്നവർക്ക് വന്ന് ഇനി അങ്ങനെ നമ്മളെ ചോട്ടിനും കേൾക്കാതിരിക്കട്ടെ. എല്ലാരും വീട് കരാറൊക്കെ കൊടുത്ത് പണിക്കാരെന്താന്ന് ഒന്നും അറിയാത്തൊരു അങ്ങനെയാണ് ഇപ്പൊ എല്ലാരും വീട് വെക്കണത്. പണിക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണോ ഒന്നും അറിയില്ല. ഒക്കെ വീടായി ചാവിന് വീട്. പക്ഷെ നമ്മളങ്ങനെ വെച്ച വീടല്ല. നമ്മളെല്ലാം വീടിനോരോ എല്ലാം അതിന്റെ ഓരോ ചലനങ്ങളും അറിഞ്ഞ് ഉണ്ടാക്കിയൊരു വീടാണ്. നമ്മള് ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം കൊടുക്കണം. അതുപോലെ തന്നെ ഞാൻ പണിയെടുത്ത് വന്ന് വൈകുന്നേരം എന്റെ കൂലി പൈസ ഞാൻ നേരെ കൊടുക്കുന്നതാണ് അവർക്ക് കൊടുക്കണേ അല്ലേ. പണിക്കാർ ഇത് തരും ആളോ നാളത്തെ കൂലിച്ച് കൊടുത്താണ്ടിട്ടാ. നാളെ വൈകുന്നേരം പോലും പോണ നേരത്തെ ഞാൻ എത്തൂല. കൂലി കൊടുക്കാൻ വരുന്നേ രാവിലെ ചായക്ക്. അന്ന് രാവിലെ നനക്കാൻ വരുന്നേ. അത് കഴിഞ്ഞിട്ട് ചായ കടയിട്ട് വരുന്നേ 10 മണിക്ക്. പിന്നെ ഉച്ചക്ക് കഞ്ഞി, ഉച്ചക്ക് ചോറ്, വൈകുന്നേരം ചായക്കടി, രാത്രി നനക്കാൻ, വൈകുന്നേരം നനക്കാൻ. കഴിഞ്ഞിട്ട് രാത്രി നിങ്ങൾ പണി കഴിഞ്ഞാൽ 5 വട്ടം ആണ്ടും കൊണ്ട് കയറി ഇറങ്ങും ഞങ്ങള്. 5-6 വട്ടം ഈ ആ കാക്കത്തട്ടുന്ന കണ്ട് ഈ കൊണ്ട് ആണ്ടും കൊണ്ടും കയറി ഇറങ്ങും. ഞാനൊക്കെ കൂട്ടിയിരുന്നപ്പോ ഇങ്ങനെ ഇല്ലും തോലായിരുന്നു. ഫുൾ പണിയല്ലേ. വെച്ചുണ്ടാക്കുക, ഫുൾ വെച്ചുണ്ടാക്കല്. ഓൾക്ക് കൊടുക്കല് 6, 7, 15 ആൾക്കാർക്ക്. ലിൻഡറിനൊക്കെ 15 ആൾക്കാര് അല്ലെ. തേപ്പിന് കൊണ്ടുവന്ന് 7-8 ആൾക്കാർ. ഒറ്റയ്ക്ക് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇനിയും അങ്ങനെ തന്നെ കേട്ടാ. ഇനിയും ഞങ്ങൾക്ക് ആരും, ഞങ്ങൾ തന്നെ ഉള്ളു, വേറെ ആരും ഇല്ല. ഞങ്ങൾ ശരിക്കും എല്ലാവരും ഒരുപാട് ആൾക്കാരുള്ളവരാണെങ്കിലും ഞങ്ങൾ ശരിക്കും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മളെ കുഞ്ഞിപ്പാന്റേതായ കാര്യങ്ങളുണ്ട്, കുഞ്ഞിപ്പാന്റെ പണി കാര്യം. പക്ഷെ കുഞ്ഞിപ്പ എല്ലാറ്റിനും ഉണ്ടാവും. കുഞ്ഞിപ്പ ഇവിടെ ഉണ്ടായതുകൊണ്ട് അന്ന് തന്നെ കുഞ്ഞിപ്പയും ഇവരൊന്നും ഇവിടെ ഇല്ല. പുളമംഗലത്താണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. എന്താ വെച്ചാൽ നമ്മളിത് വിൽക്കാനുള്ള സ്ഥലം എന്നുള്ളത് നമ്മൾ പബ്ലിഷ് ചെയ്താണ്. അപ്പൊ എല്ലാവർക്കും ഇത് കച്ചവടമായി എന്ന് അറിഞ്ഞോട്ടെ. ഒരുപാട് ആൾക്കാർ എപ്പോഴും വിളിച്ച് ചോദിക്കുന്നുണ്ട് വീട് ആയ. കഴിഞ്ഞ എന്താ ഞായറാഴ്ച ഒരാൾ കാണാൻ വരാൻ പറഞ്ഞുകാണ്ട് എന്ന് വെച്ചാൽ മുമ്പ് കാണാൻ വന്നോലാണ്. ഒരു ഇഞ്ഞും ഈ വീട് തന്നെ വേണം പറഞ്ഞുകാണ്ട് വന്നിരുന്നാലോ വരാൻ നിൽക്കുക. ഞങ്ങൾ കച്ചവടം അയക്കണേ പറഞ്ഞു. അപ്പൊ പറഞ്ഞു വരുന്ന എന്താ വെച്ചാല് ആരും ലോണും തോന്നും പാവങ്ങൾ ഇട്ടാ നമുക്ക് ഒരാള് നയിച്ചു കൊണ്ടുവന്ന ആൾക്ക് എല്ലാം കൂടി താങ്ങാൻ പറ്റൂല. മാസത്തിലടവ് നമ്മള് ഒരുപാട് പ്രതീക്ഷയിൽ നമ്മളോട് എടുക്കും. നമുക്ക് തരണം ചെയ്ത് പോവാൻ ലോൺ എടുക്കുമ്പോ നല്ല സുഖമാണ്. പക്ഷെ കഷ്ടപ്പെടുന്ന നേരത്തെ നമ്മൾ പറയും നമ്മള് ആധാരം വെച്ചാണ് ലോൺ എടുക്കുന്നത്, നമുക്ക് അത് ചെയ്യാലോ എന്ന്. പക്ഷെ ആ കാര്യം ചെയ്യണ്ടാക്കുക.
പിന്നെ ചില സമയത്ത് നമ്മൾ ഹോസ്പിറ്റല് കാര്യങ്ങള് ചില മാസങ്ങളിലൊക്കെ പ്രായമുള്ള ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. നമുക്ക് എല്ലാം തരണം ചെയ്ത് പോകണ്ടേ. അതിന്റെ ഇടയിൽ കൂടി എന്തായി 2 കൈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരുന്ന് അന്നാണ് ഈ അടവ് തെറ്റിയത്. 3-4 മാസം 6 മാസം അല്ലെ 6 മാസം അടവാണ് തെറ്റി. പിന്നെ പണി പോയി. അങ്ങനെയൊക്കെ കൂടി ആയിട്ട് അവിടെ ഓവർഡി ആയി. ഓവർഡി അടച്ചടച്ചടച്ചടച്ച് ഇപ്പോഴും മുതലടക്കം ശരിക്കും 3 ലക്ഷം എടുത്തിരുന്നത്. 3 ലക്ഷം എടുത്തത് എന്റെ കണക്കിൽ 3 ലക്ഷം മേലെ അടച്ചിക്കണ്. 3 ലക്ഷത്തെ അടുത്തടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴും 3 ലക്ഷം അവിടെ ഉണ്ട്. ഓവർഡി ആയിട്ടും ഒക്കെ പിന്നെ കുറെ കാലം അടച്ചതും ഓവറൊക്കെ കൂടിയിട്ട് ഒരുപാട് സംഖ്യ അടച്ച് ഇപ്പോഴും ചെന്ന് നോക്കുമ്പോഴും 3,06,000 റുപ്യ ഞങ്ങൾ അടച്ചിപ്പോ. ഇപ്പൊ ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് അതേമാതിരി 3-ാം മാസം ചെക്ക് ചെയ്തപ്പോ ഉള്ള പൈസനെക്കാട്ടിയും 5-ാം മാസം ചെക്ക് ചെയ്തപ്പോ അതിനെക്കാട്ടി 7,000 രൂപ കൂടുതൽ. നിങ്ങളെ കണക്കൂട്ടിയാക്കാണ് ഒരു വർഷത്തിൽ എത്ര വരുന്നത്. അതേ സെയിം ആണ് വണ്ടിന്റെ അടവും. കൊള്ള പലിശ വണ്ടിന്റെ അടവും അതേ സെയിം ആണ്. 23 എത്ര ശതമാനമാണ് വണ്ടിന്റെ അടവിന് പലിശ വരുന്നത്. ഓരോ വണ്ടിയിലും ആൾക്കാരുടെ 1 ലക്ഷത്തിന് ഈ വണ്ടിയുടെ അടവും ഒക്കെ. എന്തായാലും അത്രയൊക്കെ തന്നെ പറയാനുള്ളത്. അപ്പൊ ബാക്കി തന്നെ ഉമ്മാക്കൊന്നും ഇപ്പൊ ഇത് കേട്ടതിന് ശേഷം ഒരു സമാധാനം. ഞങ്ങളും തന്നെ ഇതിന്റെ ഓരോ കാര്യങ്ങളുടെ സമയത്ത് ഉമ്മ വലിയ പെങ്ങളെ വീട്ടിലായതുകൊണ്ട് കച്ചവടക്കാരൊക്കെ ആട്ടിപ്പേച്ചു. എന്നിട്ട് മോന്റെ വീടാണ് ആട്ടിപ്പേച്ചല്. എന്നിട്ട് തന്നെ 1-2 കാര്യം ഡീൽ ചെയ്യാനൊക്കെ ഉമ്മ ഇവിടെ ഉള്ളപ്പോ വേറെ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ ചെയ്തത്. കാരണം ഉമ്മക്ക് കാണാൻ കഴിയൂല. അപ്പോഴൊന്നും വിളിച്ചിട്ട് ചോദിക്കാൻ എടാ സ്ഥലം എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടിയാ എന്റെ കുട്ടി എങ്ങനെയെങ്കിലും ഒരു 4 സെന്റ് സ്ഥലം എവിടെയെങ്കിലും വാങ്ങിട്ടാ ബാക്കി എന്തും ചെയ്താൽ മതിട്ടാ. പിന്നെ അങ്ങനെ കൊറേ ഉമ്മക്ക് ഭയങ്കര ആലോചിച്ചിരിക്കുക സങ്കടവും ഇതൊക്കെയാണ്. അതെ. അപ്പൊ ഇനിയിപ്പോ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ കൊറേ നമ്മള് വീഡിയോ കാര്യമൊക്കെ ചെയ്താണ്. അപ്പൊ നമ്മളെ വീട് വിറ്റ് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ അതാണ് കഴിഞ്ഞു. അതൊന്നും നിങ്ങളോട് പറയാച്ചിട്ടേ. ഒരുപാട് ആളുകള് കമന്റിലൂടെ ആയിട്ടും അല്ല മെസ്സേജ് അയച്ചിട്ടും വാട്സപ്പിലൂടെ ഒക്കെ ചോദിക്കുന്നുണ്ട് എന്തായി നിങ്ങളെ കടം വീട് എന്തായി വിറ്റോ. അപ്പൊ അത് നിങ്ങളോടൊന്ന് അറിയിക്കേണ്ട ഒരു കടമ ഉണ്ടല്ലോ. അവസാനമായിട്ട് ഒന്നും കൂടി പറയണേ, ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് സുഖമായിട്ട് ജീവിക്കണം ചിന്തിക്കണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. അതാ പറയാനുള്ളൂ. സത്യമൊക്കെ പറയാതിരിക്കാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞാണ് നിങ്ങൾ ഇവിടുന്ന് പോയാല് നിങ്ങളെ കുടുംബക്കാർക്ക് സുഖമായിട്ട് ജീവിക്കാന്ന്. ഞങ്ങൾ പോണില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. നമ്മളിപ്പോ ഇവിടെ അങ്ങനെ ഒരാൾക്ക് ബുദ്ധിമുട്ടാകാനോ അല്ലെങ്കിൽ ഒരു പേര് ദോഷം കേൾപ്പിക്കാനേ നമ്മളിപ്പോ ഒരു വീഡിയോയിൽ വരെ കണ്ടില്ലെങ്കിൽ നമ്മളെ മാന്യമായ വസ്ത്രം ധരിച്ച് നല്ല രീതിയിൽ നമ്മളൊരാളായിട്ട് ഒന്നിനും പോവാതെ ഞാൻ കല്യാണം കഴിച്ചതും മുസ്ലിമിനാണ്. മുസ്ലിമിനെ കല്യാണം, ഞാൻ അന്യ മതസ്ഥനെ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ എന്റെ ഭർത്താവിന് കോറുങ്കടൊന്നുമില്ല, മുടന്തില്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ എന്താണ് ഞങ്ങളുടെ കാണുന്ന ഒരു പ്രശ്നം എന്നാവോ. ഞങ്ങൾ ആരെ കാര്യം അന്വേഷിച്ചും നടക്കലില്ല. ഞങ്ങളെ കാര്യം നോക്കി ഞങ്ങളെ മക്കള്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് ഞങ്ങളിട്ട് കുത്തി നോവിച്ചവൽക്കും എല്ലാവർക്കും സന്തോഷമായി. പിന്നെ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തവർക്ക് സങ്കടമായി. അപ്പൊ ഞങ്ങള് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ആയിട്ടുണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പൊ അടുത്ത വീഡിയോ ഇതിനെ പറ്റിയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ട് ഇനിയും വരണ്ടേ. അപ്പൊ ഞങ്ങളെ കാര്യങ്ങളൊക്കെ കാണാം. എവിടെയാണ് സ്ഥലം വാങ്ങണേ, എന്തൊക്കെ ഇനി അടുത്ത തീരുമാനങ്ങളൊക്കെ എന്ന് വലിയ വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം. ഞങ്ങളെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എവിടെയെങ്കിലും 4 സെന്റ് ഇവിടെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യണ്ട. പിന്നെ ഞങ്ങളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്താല് ഞങ്ങൾക്ക് എവിടെയൊക്കെ എത്തിപ്പെടാൻ പറ്റും. അപ്പൊ നിങ്ങളെല്ലാവരും ലൈക്കും കമന്റ് ഒക്കെ ഇടുകൊണ്ടി. ഓരോ ലൈക്കും കമന്റ് ഒക്കെ നമ്മളെ വീഡിയോ റെക്കമെൻഡ് ചെയ്യാനൊക്കെ കാരണം. അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം. നമ്മളെ പൊന്നുവിനൊന്നും ഇപ്പോഴും ശരിക്കും വിശ്വാസമില്ല. വിശ്വസിക്കണ ഞാൻ ഇല്ലാന്നറിയണേ. പൊന്നു ഇവിടുന്ന് പോരൂല, ഞാൻ പോരൂല. എനിക്ക് എന്റെ കൂട്ടുകാര് വേണം. ഫുൾ ടൈം അവിടെയാണ്, കുഞ്ഞാമാന്റെ അടുത്താണ്. ഞങ്ങളിപ്പോ ഇന്ന് ചോറുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാല് ഈ ചോറിയൊന്നും ഉണ്ടാവില്ല കേട്ടാന്ന് പറഞ്ഞു ഞങ്ങള്. അപ്പോൾ ഏതായാലും ഞങ്ങൾ പോവാണ്. നാളെ കാണാം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും ബൈ.